എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാതിരിക്കുന്ന തലക്കറക്കം മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിന്റെ പുറകിലുള്ള 7 കശേരക്കൾ അടങ്ങിയ സെർവൈക്കൽ വെർട്ടിബ്ര എന്ന് പറയുന്ന വെർട്ടിബ്രയ്ക്ക് എല്ലുകൾക്കുണ്ടാകുന്ന കശേരക്കൾക്കുണ്ടാകുന്ന തേയ്മാനത്തിന് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നറിയപ്പെടുന്ന രോഗത്തിന് ഒരു അത്യുത്തമ പരിഹാരം കൂടിയിട്ടാണ് നമ്മൾ ഈ ഹെഡ് റൊട്ടേഷൻ. അതായത് കമ്പ്യൂട്ടറിൽ നിരന്തരം ജോലി എടുക്കുകയും മൊബൈലിൽ നിരന്തരം പണിയെടുക്കുകയും ഓഫീസിൽ നിരന്തരം ഫയലുകൾ ഒരേ ഇരുപ്പിൽ നോക്കുകയും ചെയ്യുകയും നിത്യജീവിതത്തിലും ഡ്രൈവിംഗ് ജോലിയുള്ള ആൾക്കാർ നിരന്തരം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന ഇവിടുത്തെ അസ്ഥി തേയ്മാനം. അപ്പൊ ഇതിന് ഒരു പരിധി വരെ 80% നമുക്ക് റിസൾട്ട് ഈ ഹെഡ് റൊട്ടേഷനിലൂടെ നമുക്ക് ഈ രോഗത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ ഇവിടുന്ന് എക്സസൈസ് കഴിഞ്ഞ് പോയാൽ തന്നെയും ട്രാവൽ ചെയ്യുമ്പോഴായാലും 1 മണിക്കൂറോ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും സെലക്ടറി ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴായാലും നമ്മൾ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പതിയെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ഉന്മേഷം പകരും. ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ അവർ ഈ രീതിയിലുള്ള എക്സസൈസ് 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു കോഫി കുടിക്കണ്ട, കട്ടൻ ചായയും കുടിക്കണ്ട, ചായയും കുടിക്കണ്ട, അവരുടെ എനർജി ലെവൽ കൂടും, നല്ല കോൺസെൻട്രേഷനോട് കൂടി വീണ്ടും ഡ്രൈവിംഗ് പുനരാരംഭിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്ക് എപ്പോഴും വേണമെങ്കിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് എന്നറിയപ്പെടുന്ന തലവേദന ഉണ്ടാകുന്നത്. ഈ തലവേദന നമ്മൾ ഈ ഹെഡ് റൊട്ടേഷൻ നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ മൈൻഡ് റിലാക്സ്ഡ് ആവുകയും നമുക്ക് ഈ തലവേദനയ്ക്ക് ശാശ്വത പരിഹാരവും നമുക്ക് കാണാൻ സാധിക്കും. ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് ഉണ്ടാകുന്ന തലവേദനയുണ്ട്, ഏതെങ്കിലും വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തലവേദനയുണ്ട്, പല സാഹചര്യങ്ങളും ഓവർ ടെൻഷനും സ്ട്രെസ്സും വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തലവേദന ഉണ്ട്. ഇതെല്ലാത്തിനും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സസൈസും കൂടിയിട്ടാണ് ഹെഡ് റൊട്ടേഷൻ പറയുന്നത്. അത് റൊട്ടേഷൻ ടൈപ്പിൽ ഏറ്റവും ലാസ്റ്റിലുള്ള എക്സസൈസാണ്. ഇനി അടുത്ത നമ്മൾ അത് കഴിഞ്ഞ് ബ്രീത്തിങ് സെക്ഷനിലോട്ട് വരും. എന്താണ് ബ്രീത്തിങ്? നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസത്തെയാണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം എന്ന് പറയുന്നത്. പ്രായപൂർത്തിയായ ഒരാൾ 14 മുതൽ 18 പ്രാവശ്യം വരെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നവരാണ്. ഈ ഓക്സിജൻ എവിടുന്നാണ് കിട്ടുന്നത്? നമുക്ക് പ്രകൃതിയിൽ നിന്ന് സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് പുറത്തുവിടുന്ന ഓക്സിജനാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ബ്രീത്തിങ് സെക്ഷനിലുള്ള എല്ലാ എക്സസൈസും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. മാത്രവുമല്ല ഏത് പ്രായക്കാർക്കും ഏത് രോഗമുള്ളവർക്കും ഈ ബ്രീത്തിങ് എക്സസൈസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ നമുക്ക് ഏറ്റവും കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന്റെ വൈറ്റൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. വളരെ കാലമായിട്ടുണ്ടാകുന്ന അലർജി, ശ്വാസം മുട്ട്, ആസ്മ തുടങ്ങിയ രോഗങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ശമനം നമുക്ക് ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ സാധിക്കും. ഒരു ബ്രീത്ത് നമ്മൾ ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് റിലാക്സ് ചെയ്ത് വിടുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യാണ്. ഈ സ്ട്രെസ് ഹോർമോൺ കാരണമാണ് കോർട്ടിസോൾ എന്നറിയപ്പെടുന്ന സ്ട്രെസ് ഹോർമോൺ കാരണമാണ് നമ്മുടെ ജീവിതത്തിന്റെ പല പരാജയങ്ങൾക്കും കാരണം. അപ്പൊ ഓരോ ബ്രീത്ത് എടുത്ത് വിടുമ്പോഴും സ്ട്രെസ് ഹോർമോൺ ഇല്ലാതാകുകയാണ്. അതിനനുസരിച്ച് നമുക്ക് റിലാക്സേഷൻ വരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ കൂട്ടായ്മയിൽ വരുമ്പോൾ നമ്മുടെ ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം ഇതെല്ലാ ഘട്ടങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഈ സ്ട്രെസ് ഹോർമോൺ ഓരോ പ്രാവശ്യം വലിച്ചെടുക്കുന്ന ശ്വാസോച്ഛ്വാസത്തിലൂടെയും അത് ഒഴിവാക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്ന മാനസികോല്ലാസവും ആനന്ദവും റിലാക്സേഷനും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ട്രെച്ചിങ് ആൻഡ് ഈ ടൈപ്പിലുള്ള എക്സസൈസ് 10 പ്രാവശ്യം വെച്ചിട്ട് ഓരോ സൈഡിലും വളരെ സിൻസിയറായിട്ട് ചെയ്യുക. അപ്പൊ ബ്രീത്ത് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം നമ്മൾ ഉള്ളിലോട്ട് ശ്വാസം കൊടുത്തിട്ട് പുറത്ത് വളരെ റിലാക്സ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേക്കാണ് ആ ബ്രീത്തിങ് എക്സസൈസ് നമ്മുടെ ഗുണം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കിട്ടുക. അപ്പൊ ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുകയും ഈ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് സംബന്ധിക്കുമ്പോൾ ചെയ്യുമ്പോൾ എനിക്ക് സ്ട്രെസ് ഹോർമോൺ ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ റിലാക്സ്ഡ് ആവും.
റിലാക്സ്ഡ് ആവുമ്പോഴത്തേക്കിന് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാലഘട്ടങ്ങളിലൂടെയും എനിക്ക് പോകാനുള്ള അവസരമുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സ്കൂളിൽ പഠിച്ച കാലം ഞാൻ ഓർക്കും, കോളേജിൽ പഠിച്ച കാലങ്ങൾ ഓർക്കും. അപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ചിന്തിക്കണം, നമ്മളൊക്കെ ഈ പിന്നെ സ്കൂൾ കോമ്പൗണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരിച്ചെത്തുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത ആൾക്കാരെല്ലാവരും ഇപ്പൊ കോളേജിലും സ്കൂൾ ഗ്രൗണ്ടിലൊക്കെയാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പഴയ കാലങ്ങൾ വളരെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ് നമുക്ക് ഈ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുമ്പോൾ. അപ്പൊ അതിനെ ഓർമ്മപ്പെടുത്തുന്ന രണ്ടുപേരും പാട്ട് ഞാൻ പാടാം. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ. ഈ കോഴിക്കോട് വരുമ്പോൾ ഈ കോഴിക്കോട് ഒരുപാട് സംസ്കാരങ്ങൾ നിലകൊള്ളുന്നതാണ് ഈ കോഴിക്കോട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരുമക്കത്തായത്തെ കുറിച്ചൊക്കെ കേട്ടത് മാത്രമേ ഉള്ളൂ. ഇന്ന് അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ നിങ്ങളെ കാണാൻ കഴിഞ്ഞവർക്ക് വളരെയധികം സന്തോഷമുള്ളതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിലുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ ഈ മെക്സവൻ തന്നെയാണ്. അതാണ്. അപ്പൊ നമ്മൾ ഈ ബ്രീത്തിങ് എക്സസൈസ് എല്ലാം കഴിഞ്ഞ് ഓരോ ടൈപ്പ് ബ്രീത്തിങ് എക്സസൈസ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് അറിയാലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അബ്ഡോമിനലായിട്ട് ചെയ്യുന്ന എക്സസൈസ് ഉണ്ട്. പുഷ് ആൻഡ് പുള്ള്, അക്യുപ്രഷർ, അബ്ഡോമിനൽ വൈബ്രേഷൻ. ഈ 3 എക്സസൈസിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ അതാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. നമ്മുടെ ബാഹ്യമായിട്ടുള്ള അവയവങ്ങളുമുണ്ട്, ആന്തരികമായിട്ടുള്ള അവയവങ്ങളുണ്ട് മനുഷ്യ ശരീരത്തിൽ. അത് ബാഹ്യമായിട്ടുള്ള അവയവങ്ങളെല്ലാം ഒരു പരിധി വരെ നമ്മുടെ നിയന്ത്രണത്തിലും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിൽ ചലിപ്പിക്കാൻ പറ്റുന്നതുമാണ്, അല്ലേ? ബാഹ്യമായിട്ടുള്ള അവയവങ്ങൾ. മറിച്ച് ആന്തരിക അവയവങ്ങൾ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. അത് തന്നിഷ്ടത്തിന് സ്വയം പ്രവർത്തിക്കുന്ന അവയവങ്ങളാണ് ആന്തരിക അവയവങ്ങൾ. അപ്പൊ നമ്മൾ ഈ അബ്ഡോമിനൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡോമിനുള്ളിലുള്ള എന്തൊക്കെയാണ്, സ്റ്റൊമക്ക്, പാൻക്രിയാസ് തുടങ്ങിയ അവയവങ്ങളെ ഉത്തേജിപ്പിക്കാൻ കഴിയും. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആന്തരികാവയവങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചോദനമാണ് നമ്മുടെ ഈ മെക്സവൻ ഹെൽത്ത് ക്ലബിലൂടെ ചെയ്യുന്ന ഓരോ എക്സസൈസും. ഞാനിപ്പോ ഉദാഹരണം അബ്ഡോമിനൽ എക്സസൈസ് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഓരോ എക്സസൈസും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടിയുള്ളതാണ്. അപ്പൊ അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുന്നത് ടോ ജമ്പിങ് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിൽ വന്ന് നിൽക്കുന്ന ഒരു എന്താണ്, റിലാക്സ് ചെയ്തിട്ട് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അതെല്ലാം റിലീസ് ചെയ്യപ്പെടുന്ന ഒരു നിമിഷമാണ് ഈ മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷൻ നമ്മൾ പറയും 60 മുതൽ 1 വരെ സമയമുള്ളവര് ഇത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ നിങ്ങൾ 100 മുതൽ 1 വരെ റിവേഴ്സ് കൗണ്ട് എണ്ണി നിങ്ങൾ കിടന്നു നോക്ക്. നല്ല ഒരു റിലാക്സേഷൻ കിട്ടും. നമ്മളെ മക്കളുമാർക്ക് പറഞ്ഞു കൊടുക്ക്, നല്ല ഓർമ്മശക്തി കൂടും. ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് നമുക്ക് നല്ല ഓർമ്മശക്തി വർദ്ധിക്കാൻ പറ്റും. മൈൻഡിനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കോൺസെൻട്രേഷൻ മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ഷമ കൈവരിക്കാൻ സാധിക്കും. ക്ഷമ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും